ഓൾറെഡി അത് മുകളിലോട്ട് എടുക്കാം. നിങ്ങൾക്ക് വല്ല ജോലിക്കും പോയിക്കൂടെ? എന്റെ ഖദീജ, എന്ത് ജോലിക്ക് പോകാനാ? എന്താ ചൂട്, കരിഞ്ഞു പോകും. ഈ അരി കൂടി തീർന്നാൽ കുടലും കരിഞ്ഞു തുടങ്ങും. നിന്റെ കയ്യിൽ 2 രൂപയുണ്ടോ? നാളെ തരാം. പിന്നെ ഞാനിവിടെ നിന്ന് മരത്തേന്ന് കുലുക്കി പറിക്കല്ലേ രൂപ. എന്തിനാ ഇപ്പൊ 2 രൂപ? കാശായിട്ടിരിപ്പുണ്ടെങ്കിൽ 2 രൂപ താടി, 2 ബീഡി വാങ്ങട്ടെ. പിന്നെ വലിയ കാര്യായിപ്പോയി. കയ്യിലിരിക്കുന്ന കാശ് വാങ്ങിച്ച് പുകച്ചു കളയാനുള്ളതല്ലേ, എന്റെ അടുത്തെങ്ങുമില്ല. എടി ഖദീജ, ഒന്ന് നോക്കടി. ഇതേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. അല്ലേ, കേൾക്കുന്നുണ്ടോ? 4 കാശ് കൈ കിട്ടുമ്പോ അത് മുഴുക്കെ കള്ളുഷാപ്പ് കൊണ്ടേ കൊടുത്തില്ലെങ്കിൽ വല്ലാത്ത എരിച്ചിലല്ലേ? അയ്യോ, പിള്ളേര് സ്കൂൾ വിട്ട് വരാറേ. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്നെ പിടിച്ച് വിഴുങ്ങും. 1 2 ആണോ? 5 എണ്ണമല്ലേ? നീ പെറ്റ സന്താനങ്ങളല്ലേ, നിന്നെ തന്നെ തിന്നട്ടെ. പെറ്റ തലയിൽ തന്നെ പിച്ചിക്കിരി തിന്നട്ടെ. അത് കഴിയുമ്പോ തന്തേനെ പിടിച്ചോളൂ. എന്റെ അള്ള, ഇവൾ എന്റെ പെപ്പർനോൾത്തി ആയിപ്പോയല്ലോ. എന്താണ് സീതാലി നെഞ്ചത്തടിച്ചിട്ട് അള്ളാനെ വിളിക്കുന്നത്? എന്റെ അലിയാധിക, ഇപ്പൊ കണ്ടത് നന്നായി. ബീഡിയുണ്ടോ? 2 താ. ബീഡിക്കും വന്നപ്പോ റേഷൻ. ദിവസവും രാവിലെയും വൈകിട്ടും ഒരേ പുകലി മാത്രമേ ഉള്ളൂ. ഇനി അതും നിർത്താൻ പോവാ. അപ്പം ബീഡിയില്ല. എന്നാവാ ഈ ബെഞ്ചിലോട്ടിരി, നമുക്ക് വല്ല തമാശയും പറഞ്ഞിരിക്കാം. തമാശയും പറഞ്ഞിരിക്കാനുള്ള സമയമൊന്നല്ല. കടയിൽ സാമാൻ എടുത്തു കൊടുക്കാൻ ആരുമില്ല. നമ്മളൊരു വിവരം അറിയാൻ വേണ്ടിട്ട് വന്നയാ. കുട്ടികൾ സ്കൂളും വിട്ടു വന്നാ അതവിടെ മണ്ണിയടിക്കുമ്പോ തൊള്ള എവിടെ കേൾക്കാം. അല്ല, എന്താ വിശേഷിച്ച്? കണക്കെഴുത്തും കഴിഞ്ഞ് നമ്മന്റെ പേന പെട്ടിന്റെ മേളിൽ വെച്ചു. പിന്നെ കണക്ക് ചെയ്ത് നോക്കിയപ്പോൾ പേനയില്ല. വല്ല ചാത്തൻ സേവയായിരിക്കും. അതെ, കുട്ടിച്ചാത്തൻ തന്നെ. സൈതാലിയുടെ മോളാമിന പെട്ടിന്റെ നേരെ നിൽപ്പുണ്ടായിരുന്നു. അവൾ അവിടെ നിൽക്കും വരെ പേനൊക്കെ ഒരു കുഴപ്പമുണ്ടായില്ല. പെങ്കൊച്ചു പോയി, ഒപ്പം പേനയും പോയി. അതാണ് അല്ലാതെ പേന എടുത്ത കാര്യം അവൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവളും ഉമ്മയും ഒരൊറ്റ കയ്യ. ഞാൻ അപ്പൊ അവള് ഉമ്മനെ വിളിച്ചു ചോദിക്കാലോ. എടി ഖദീജ, ഖദീജ. എന്താണ് ഖദീജക്ക്? എടി അലിയാദിക്ക് എന്നെ പേന പോയെന്ന്. അത് ഞാൻ എന്റെ പേന എടുത്തോണ്ട് വന്നാ. അതല്ല ഖദീജ. പിന്നെ എടി, നിന്റെ മോൾ ആമിന എടുത്തിട്ടുണ്ടോന്നൊരു സംശയം, അത്രേ ഉള്ളൂ. ദേ ഫോണുണ്ട് എന്റെ മുന്നിൽ നിന്ന്. എന്റെ മോളെ എടുത്തന്നോ? അങ്ങനെ കട്ടുകഴിവേര് നടത്തുന്ന മോളെയല്ല ഞാൻ പെറ്റു വളർത്തണേ. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ അലിയാദിക്ക്, പേനെങ്ങും പോയിട്ടില്ല. കുട്ടികളല്ലേ, ഒരു തമാശക്കൊന്നും എടുത്തൊന്നും വരും. ഈ കണക്കിന് നാളെ തന്നെ പീടിക തന്നെ ആരെങ്കിലും കട്ടോണ്ട് പോയാൽ ആദ്യം വന്ന് അന്വേഷിക്കുന്നത് എവിടെ ആയിരിക്കല്ലോ. നമ്മുടെ അലിയാദിക്ക മാത്രമല്ലായിരിക്കും. പിന്നെ ആരാച്ചാരും കൂടെ വരുമോ? പോലീസ് വണ്ടി ഉണ്ടെങ്കിൽ വരും. മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? എന്നാലും എന്റെ അലിയാദിക്ക, എന്റെ മോൾ ആമിന തന്റെ പേന എടുത്തു എന്ന് പറയാം. നാവ് പൊങ്ങിയല്ലോ, കടുപ്പം തന്നെ. നമ്മന്റെ ഒരു സംശയമാണ് ഖദീജ. അവളകത്തികളിൽ വച്ചിട്ടുണ്ടോ എന്ന് നോക്ക്. എത്ര പറഞ്ഞാലും താലി തന്നെ പറയും. തൂത്തും തരിയും മനസ്സിലാക്കാത്തൊരു മാപ്പില്ല. ഞാനിപ്പോ എടുത്തോണ്ട് വന്ന് കാണിക്കാല. 19 പേനയുടെ നാക്കും മൂക്കും അടപ്പും ഒക്കെ ഇതിലുണ്ട്. തന്റെ മണികേറ്റ പേന ഇതിലുണ്ടോ നോക്ക്. ഇതിനകത്തില്ല. എന്നാൽ അവൾ എടുത്തിട്ടില്ല. അവൾ എന്തേലും എടുത്താ ഈ പെട്ടി കൊണ്ടുവന്നിടും. അല്ലടി ഖദീജ, നമ്മുടെ മോൾ 6ാം ക്ലാസ്സിലല്ലേ പഠിക്കണേ. ഇത്രയും പേന അടപ്പും തിരിപ്പും ഒക്കെ അവൾക്ക് എവിടെ നിന്ന് കിട്ടി? ഒരു പേന കമ്പനിയിൽ പോലും ഇത്രയും സാധനങ്ങൾ കാണില്ലല്ലോ. ഓ, വാപ്പാന്റെ കണ്ണ് ഇപ്പോഴേ തുറന്നുള്ളൂ എന്ന് തോന്നണു. ഇന്നേ വരെ 1 രൂപ മുടക്കി ആ പാവം കൊച്ചിന് ഒരു പേന മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പോട്ടെ, ഒരു റിബൺ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതും പോട്ടെ, ഒരു കൺമശി കൂടി മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ അവൾ എവിടെന്നെങ്കിലും ഒപ്പിക്കുമെന്ന് എനിക്കറിയില്ലേ. അറിയായിരുന്നു അല്ലേ? ആ വിചാരം ഉള്ളിലുള്ളത് കൊണ്ടാ അല്ലാതെ ഇപ്പോഴും ആ പാവം കൊച്ചിനെ കുറ്റം പറഞ്ഞോണ്ട് വന്നേക്കണേ. ഏതായാലും അവൾ വരുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്ക്. അതൊന്നും ചോദിക്കണ്ട. ഒരു കുഞ്ഞിന്റെ വസ്തുവും ഇന്നേ വരെ എടുക്കാത്തവള എന്റെ മോള്. മലർന്നു കിടക്കുന്ന പ്ലാവില കമിഴ്ത്തി വെക്കാത്തവള എന്റെ മോള്. അലിയാദിക്ക, ആ പറഞ്ഞ ഉമ്മയുടെ സ്വഭാവം തരണേ.
എന്റെ മോളായത് കൊണ്ട് വലിപ്പം പറയണതല്ലേ അതുക്ക. ഈ മനുഷ്യൻ കുടിച്ച് ലക്കില്ലാണ്ട് അവിടെ ഇവിടെയും കാശ് കൊണ്ടാ നിൽക്കും. എന്റെ മോൾ അമീന അതിൽ നിന്ന് 5ഉം 10ഉം രൂപ എടുക്കും. 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 പിന്നീട് എനിക്ക് കാശിന് ബുദ്ധിമുട്ട് വരുമ്പോൾ അത് അവളെ എടുത്തുകൊണ്ട് വന്ന് ഇന്നാ ഉമ്മ എൻ്റെ കയ്യിലുണ്ട് ഉമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് തരും. അത്ര മര്യാദക്കാരിയാ എൻ്റെ മോള്. അപ്പൊ എന്റെ കാശ് പറയുന്നില്ലേ കാണുമല്ലോടി. പിന്നെ ഞാനതൊക്കെ സ്വർണ്ണ കൊടുക്കയിൽ ഇട്ടിരിക്കല്ലേ. ആരുടേതായാലും കട്ടെടുക്കലും കളവ് തന്നെ. ഇത് നല്ല പൊക്കില്ല. വാപ്പാന്റെ മുതൽ കുട്ടികൾ കട്ട അത് കളവാണോ? ആരുടേതായാലും മോഷണം മോഷണം തന്നെ. സ്കൂളിൽ വിട്ട് അവള് വരുന്നുണ്ട്, ചോദിച്ചു നോക്കേ. പിന്നെ കാര്യമൊക്കെ ശരി, വേണ്ടാത്ത കൂടുതലും ചോദ്യങ്ങൾ ചോദിച്ച് എന്റെ മോളെ വ്യസനം കഴിക്കരുത്. തലമുടിയും വെട്ടി പരിമാറി അതൊന്നും നന്നായി വരുന്നതേ ഉള്ളൂ. നിങ്ങൾ തന്നെ ചോദിച്ചോളൂ ഖദീജ, നമ്മളൊന്നും വേണ്ടില്ല. കണ്ട നമ്മന്റെ തലപട്ടം കണ്ടപ്പോ പെങ്കൊച്ചു മാറ്റം കണ്ട. ഞാനിപ്പോ വിളിച്ച് ചോദിക്കാലാ, എടി ആമിന നീ എന്റെ എരുമ വെള്ളത്തിൽ കിടന്ന് പെരങ്ങണ മാതിരി പെരങ്ങണേ. നീ അല്ലാതെ പേനെടുത്തോ? എനിക്കെന്തിനാ ഇയാക്കടെ പേന? നീ അങ്ങനെ പേനെടുത്തു എന്ന് പറഞ്ഞ അല്ലാത്ത കേസും കൊണ്ട് വന്നേക്കണേ. എന്തിനാ എനിക്ക് ഇയാക്കടെ പേന? എനിക്ക് വേറെ പേന ഉണ്ടല്ലോ. എന്റെ മോക്ക് വേറെ പേന ഉണ്ടെന്ന്. ഒരു തമാശക്ക് വേണ്ടി മോളല്ലേ അതിക്കടെ പേന എടുത്തോ? സത്യമായിട്ട് ഞാൻ എടുത്തില്ല. അങ്ങനെ കണ്ടോടെ മോഷ്ടിച്ചു നടക്കുന്ന സ്വഭാവക്കാരിയല്ല എന്റെ മോള്. എന്റെ സ്വഭാവത്തിന്റെ തനി പകർപ്പ ഇവള്. അതുകൊണ്ടല്ലേ ഇത്രയും തർക്കിച്ചു. എടി നീ പേന എടുത്തോന്ന് എടി കള്ളി നിന്നാടാ ചോദിച്ചേ പേന എടുത്തോന്ന്. കേൾക്കണുണ്ടോ ഉമ്മ എന്നെ കള്ളീന്ന് വിളിക്കണേ? എന്റെ അള്ളാ, കണ്ടില്ലേ എന്റെ മോളെ വ്യസനപ്പെടുത്തിയത്. അവൾക്ക് എന്ത് വിളിച്ചാലും ഇത്ര വിഷമം തോന്നിട്ടില്ല. കള്ളീന്ന് വിളിച്ചാൽ ഓള് സഹിക്കൂല. എന്റെ മോളെ മിണ്ടാണ്ടിരി. ഉമ്മക്കറിയാം മോള് കക്കൂലാന്ന്. കള്ളിനെ നിലവിളി കണ്ടില്ലേ? മിണ്ടാണ്ടിരടി. ഞാൻ ആരോടും പേനെടുത്തില്ല. എന്റെ ഉമ്മയാണ് സത്യം. എന്റെ പൊന്നു മോളെ ഉമ്മാനെ പിടിച്ച് സത്യം ചെയ്യല്ലേ. ഇന്ന് വെക്കിട്ട് നാരായണ കൊടുത്തിട്ട് എന്നെ കാര്യം. എവിടെയാ ചൂര്? ഒരു പോലീസുകാരൻ പറഞ്ഞേക്കണം അവളെ എടുത്തില്ലെന്ന് പറഞ്ഞില്ലേ? എന്നാലൊന്നും പറയണ്ട സീതാലി, പെങ്കൊച്ചു പേന എടുത്തില്ലെന്നല്ലേ പറയുന്നേ. അതങ്ങോട്ട് പോട്ടെ. പഠിച്ചോൻ നേരിലവനാണെങ്കിൽ നമ്മന്റെ പേന നമുക്ക് തിരിച്ചു കൊണ്ടെത്തില്ലേ. നമുക്ക് പുറത്തോട്ട് പോയി ഒരു ഷെയർ ബീഡി വലിക്കാം. ഇനി എങ്ങാലും ആ പേന നിന്റെ കണ്ട പിന്നെ പറഞ്ഞേക്കാം. ഒരു കുറ്റാന്വേഷകൻ വന്നേക്കണോ? അതിന്റെ പേന കിട്ടിയിട്ട് വേണ്ടേ ഇവിടെ കഴിയാൻ? ഒന്ന് പോടോ മാപ്പിളെ. കള്ളൻ മാപ്പിളാന്നോണേ പറഞ്ഞ വന്നേക്കണതാ ഉമ്മ. ഈ ഉമ്മയുടെ അടുത്തല്ലേ കുറെ നടക്കും. മോളെ നീ വെഞ്ചാമരമൊക്കെ അയച്ചു വെച്ചിട്ട് അടുക്കളയിലോട്ട് ചെല്ലേ. ഞാൻ ആ അന്തർമാന്റെ കാര്യം ചെന്ന് 10 കാശ് കടം ചോദിക്കട്ടെ. എന്തിനാ ഉമ്മ ഇപ്പൊ കാശ്? സാധന രസം വാങ്ങാനാ? അതെപ്പോഴേ തിന്നു തീരുന്നു. ഇത് കടം വാങ്ങിയെടുത്ത് തിരിച്ചു കൊടുക്കാനാ. ഉമ്മ ഇത് കുറച്ച് കാശ് എന്റെ കയ്യിൽ തടഞ്ഞിട്ടുണ്ട്. ഒരു 10ന്റെ നോട്ട്. എവിടുന്ന് കിട്ടി മോളെ? എന്റെ അടുത്തിരിക്കുന്ന കുട്ടിയുടെ പെൻസിൽ ബോക്സ്. അയ്യോ, ആരെങ്കിലും അറിഞ്ഞോ? ആരും അറിഞ്ഞില്ല. മോളെ തക്കണത് പാപമാണ്. ഉടേ തമ്പുരാന് കോപം വരും. ചെല്ല്, വിശന്ന് പൊന്നു വരണതല്ലേ, അടുപ്പത്തിന്ന് അപ്പം എടുത്ത് കഴിക്ക്. സ്കൂളിടണതിന് മുമ്പ് നീ പറന്നെത്തിയോ? ഉമ്മ വിശേഷം പറഞ്ഞോ? എന്ത് വിശേഷം? ഇവിടെ അടുത്തിരിക്കുന്ന കുട്ടിയുടെ 10 രൂപ കാണാനില്ലേ? അങ്ങനെ അടുത്തിരിക്കുന്ന കുട്ടിയുടെ എന്തൊക്കെ കാണാണ്ടാവും? അതൊക്കെ ഇവളെ എടുക്കണേ. സമയത്ത് ചെക്കൻ നുണയും പറഞ്ഞോണ്ട് വന്നേക്കുന്നു. സാറന്മാർ പഠിച്ച പണി 18 നോക്കിയിട്ട് ഇവളാ കാശെടുത്തെന്ന് പറഞ്ഞില്ല. സാർമാരെന്തിനാ എന്റെ മോളെ വിസ്തരിക്കണേ? അവളെ പറ്റ തള്ളി തന്തി ഉണ്ടല്ലോ. ഞാൻ ആ സാർമാരെയൊക്കെ ഒന്ന് കാണട്ടെ. എല്ലാം ഈ ചെറുക്കൻ എന്താ നിലവിളിച്ചോണ്ട് വരണേ? കൂമ്പിനിട്ട് ഇടിച്ചു കാണും. എന്നാൽ എന്റെ കൂമ്പി ഇവൻ വാരി കാണും. എന്താ മോനെ കണ്ണും തിരുമ്പി നിലവിളിച്ചോണ്ട് വരണേ? കണ്ണിന് വല്ല കടന്നലും കുത്തിയോ? സാറാട്ടിന്റെ തല്ലിയോ? എന്താണോന്ന് തുറന്നു പറയട പൊന്നപ്പ. എന്റെ കൂടെ പോയേ
സ്കൂളിൽ വെച്ച് ആരാണ്ട് എന്റെ കൊട എടുത്തോണ്ട് പോയേ. എന്റെ അള്ളാ, ഞാൻ എന്താണ് ഈ കേക്കണേ? 150 രൂപ കൊടുത്ത് വാങ്ങിയ പുത്തൻ കുട കളഞ്ഞെന്നോ? ആരെടുത്തോണ്ട് പോയടാ? എനിക്കറിഞ്ഞൂടെ. എന്റെ അള്ളാ, 150 രൂപ കൊടുത്ത് വാങ്ങിയിട്ട് ഞാനൊരു കല്യാണത്തിലൂടെ ചൂടി പോയിട്ടില്ല. ഇരുട്ടുന്നതിനേക്കാൾ മുമ്പ് കൊട ഇവിടെ എത്തിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല, പറഞ്ഞേക്കാം. രൂപ 150. എന്താടി ഇവിടെ? ചത്ത വീട്ടിലും കഷ്ടമാണല്ലോ. ദേ ഒരുത്തൻ പുത്തൻ കുടയും കളഞ്ഞ് വന്നേക്കണു. എനിക്കൊന്നും കേൾക്കണ്ടായോ? അതു ശരി, ഇതിപ്പോ ഭദ്രകാളിനെ പിശാചി പിടിച്ചു എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. മോന്റെ കൊട ആരെ എടുത്തോണ്ട് പോയെന്ന് കണ്ടോ? ഇല്ല. എന്താ മോന്റെ കയ്യിലിരിക്കുന്നേ? പേനല്ലേ? അല്ലോ, ഇത് നമ്മന്റെ പേനാണല്ലോ. മോനിക്ക് ഇതാരാ തന്നെ? ഈ ഇട്ട തന്നതാ. ഓടിക്കള്ളി, നീയല്ലേ സ്കൂളിൽ കൊണ്ടുപോകാൻ എനിക്ക് ആ പേന തന്നത്? ചെക്കൻ സ്വപ്നം കണ്ടതാവും. 50 പൈസക്ക് മുട്ടായി വാങ്ങിച്ചു തന്നിട്ടല്ലേ നീ ആ പേന എനിക്ക് തന്നത്? പാപ്പാ, ഇന്ന് സ്കൂളിൽ ഒരു കാര്യം കൂടി നടന്നു. ഇവളുടെ അടുത്ത് നിന്ന കുട്ടിയുടെ 10 രൂപ ഇവളെടുത്തു. ആഹാ, നിന്നെ ഒന്നും വച്ചു പിടിപ്പിക്കാൻ പാടില്ലല്ലോടി. നീ കുട്ടിയുടെ രൂപ എടുത്തോ? രൂപ എടുത്തോന്ന്? എടുത്തു. രൂപ എടുത്തിട്ട് എവിടെ? ആഹാ, നീയാണ് ഇവിടെ ചീത്തയാക്കുന്നത്. ആദ്യം നിനക്കിട്ട് 2 തരട്ടെ. അടിക്കണ്ട സീതാലി, 2 അടീനെ കൊണ്ടൊന്നും തീരുന്ന കേസല്ലേ ഇത്. അതീജ, നിങ്ങൾ ഈ കുഞ്ഞുമക്കളെ മര്യാദക്ക് വളർത്താൻ നോക്ക്. ഇവരിങ്ങനെ കട്ടെടുത്തും കള പറഞ്ഞും നടക്കേണ്ടവരല്ല. നിങ്ങളെ കൊട കാണാണ്ടായപ്പോ നിങ്ങൾക്ക് വിഷമുണ്ടായില്ലേ? വളരെ കഷ്ടപ്പെട്ടാണ് പിള്ളേർ സ്കൂളിൽ പലതും കൊണ്ടുവരുന്നത്. അത് മോഷ്ടിക്കുന്ന സ്വഭാവം ശരിയല്ല. ഞാൻ നോക്കിക്കോളാം മര്യാദക്ക. മോളെ, പടച്ചോൻ നമുക്ക് തന്നിരിക്കുന്ന നാവും ബുദ്ധിയും നല്ലത് പറയാനും നല്ലത് ചിന്തിക്കാനുമാണ്. മോളിനി ആരുടെയും ഒന്നും മോഷ്ടിക്കരുത്. മോഷണം പാപമാണ്, പടച്ചോൻ ശിക്ഷിക്കും. ഇനി ഞാൻ ആരുടെ ഒന്നും കട്ടെടുക്കില്ല. മോളെ, നീ തന്നെ ഈ 10 രൂപ സാറിനടുത്ത് കൊണ്ടേ കൊടുത്ത് ഒരു അബദ്ധം പറ്റിയതാന്ന് പറ. നീ കൂടി ചെല്ലു ബഷീറെ. എന്നാ നീ കൂടി പൊടി ഖദീജ. അയ്യോ, എന്റെ കുഞ്ഞാലിന്റെ ബാപ്പ, സാർമാരെ മുഖം കണ്ട ഞാൻ കരഞ്ഞു പോകും. അയ്യോ, ആ കണ്ണിനെ ഇവിടെ വീഴ്ത്തല്ലേ. നീ ഇവിടെ നില്ല്, ഞാൻ തന്നെ പോയി സാർമാരോട് വിവരമൊക്കെ പറയാം. അതാണ് അതിന്റെ ശരി. വാ പിള്ളേരെ, നമുക്കൊരു ജാഥയായി തന്നെ പോവാം. കൊട പോണേ പോട്ടെ, എനിക്ക് വിശക്കുന്നേ. അപ്പന്താ കൊട ഇവിടെ എത്തിച്ചിട്ട് നിനക്ക് ഞാൻ ഒരു തുള്ളി വെള്ളം പോലും തരില്ല. വിശക്കുന്നേ. അപ്പന്താ എന്റെ കൊട പോയേ. വിശക്കുന്നേ. അയ്യോ.